ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദനാണെങ്കിൽ മതിവരോളം കല്ലുമോളെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ജയഗീത ചോദിക്കുന്നുണ്ട്, സാറുടെ ഹെൽത്ത് ഒക്കെ ഇപ്പോൾ നല്ല ഓക്കെ ആണല്ലോ, സാർക്ക് പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, സീമ, അവളെ ഞാൻ ഇപ്രാവശ്യം കൂടെ കൂട്ടിയില്ല. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും എല്ലാത്തിനും കഴിയും. അതുകൊണ്ട് ഞാൻ അവളെ അവിടെ തന്നെ നിർത്തി. പിന്നെ ഒരുപാട് സർജറീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുള്ളും ഒരു ഇരുമ്പ് മനുഷ്യനായിരുന്നു. എൻ്റെ കാലിലും കയ്യിലൊക്കെ ആയിട്ട് സ്റ്റീലുകളും മറ്റുണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സർജറികൾ ആദ്യം കാലിൽ ചെയ്യും, പിന്നെ കയ്യിൽ ചെയ്യും, വീണ്ടും കാലിൽ. ഇപ്പോൾ വല്ല ഞെട്ടും ബോൾട്ടും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ശരീരത്തിലെന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്തായാലും മുകുന്ദനെ റൂമിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ്. അച്ഛനെൻ്റെ ബാഗൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതാണ് എൻ്റെ റൂം, ഇതാ എൻ്റെ ബാഗ്, ഇതാണ് എൻ്റെ സ്ലേറ്റ്, ബുക്സ്, കളറിങ് ബുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് മുകുന്ദന് കാണിക്കുകയാണ്. അങ്ങനെ മുകുന്ദൻ പറയുന്നുണ്ട്, എൻ്റെ മോള് മിടുക്കിയാണല്ലോ, എല്ലാ കഴിവുകളും എൻ്റെ മോൾക്കുണ്ട്, എൻ്റെ മോൾക്ക് എല്ലാം അറിയാം. അങ്ങനെ കല്ലുമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ ടോയ്സൊക്കെ കാണണം. എവിടെ കാണിക്ക്? ഒരു പെട്ടി തുറന്ന് കല്ലുമോളാണെങ്കിൽ എല്ലാ ടോയ്സും എടുത്ത് കാണിക്കുന്നുണ്ട്. അച്ഛ വേറൊന്നും കൂടി ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വലിയൊരു കരടിക്കുട്ടിനെ എടുത്തിട്ട് വന്ന് കൊടുക്കുക. ഇതാണ് അച്ഛ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ചിട്ട് രാത്രി കിടന്നുറങ്ങുക, അച്ഛന് കാണാം. അങ്ങനെ കല്ലുമോളാണെങ്കിൽ കിടക്കയിൽ രണ്ടാളും കൂടി കിടക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് മുകുന്ദനാണെങ്കിൽ സങ്കടം വരുന്നുണ്ട്. അയാളാണെങ്കിൽ കല്ലുമോൾ അറിയാതെ കണ്ണ് തുടയ്ക്കുകയാണ്. അച്ഛനെന്തിനാ കരയുന്നത്? ഒന്നുമില്ല, അച്ഛൻ്റെ കണ്ണിൽ പൊടി വീണതാണ്. പിന്നെ അച്ഛന് വേറൊരു സൂത്രം കൂടി ഞാൻ കാണിച്ചു തരട്ടെ, എന്താണെന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ കല്ലുമോൾ അലമാറയിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് പുറകിൽ മറച്ച് പിടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്താ അത്? കാണിക്കാന്നേ. അങ്ങനെ കാണിക്കുന്ന സമയത്ത് അത് മുകുന്ദൻ്റെ ഫോട്ടോയാണ്. മുകുന്ദനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അയാൾ വേഗം തന്നെ കല്ലുമോളെ വാരിയെടുക്കും. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് സൂരജും മിന്നുവും എത്തുന്നുണ്ട്. അവർക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ അസൂയയാണോ അതോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും മുകുന്ദനാണെങ്കിൽ അവരെ അരികത്തേക്ക് വിളിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ജയഗീതയും അങ്ങോട്ട് വരിക. പിന്നീട് എല്ലാവരും ചേർന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. കല്ലുമോൾക്കാണെങ്കിൽ ഓരോരോ ഡൗട്ട്. അവളാണെങ്കിൽ ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ, അച്ഛാ ഇതാ എയറോപ്ലെയിൻ പോകണു, അച്ഛാ എനിക്ക് എയറോപ്ലെയിനിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. കൊണ്ടുപോകാമല്ലോ, അച്ഛൻ്റെ കുട്ടിയെ എല്ലാവിടേക്കും കൊണ്ടുപോകാം. പിന്നെ അച്ഛാ എയറോപ്ലെയിനിൻ്റെ മുകളിലിരുന്ന് പോകാൻ പറ്റുമോ? അതെന്തായാലും പറ്റില്ല, പക്ഷെ മോളൊക്കെ വലുതാവുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കും, ആകാശക്കുതിര എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ജയഗീത പറയുന്നുണ്ട്, കല്ലുമോൾക്ക് ഒത്തിരി ഡൗട്ടുകളാണ് സാറേ, അതുകൊണ്ട് ഉത്തരം പറഞ്ഞാൽ നമ്മൾ മടുക്കും. സാരല്ല, അവൾ ചോദിച്ചോട്ടെ. അച്ഛാ എന്നെ ട്രെയിനിൽ കൊണ്ടുപോകുന്നൊക്കെ കല്ലുമോൾ ചോദിക്കുമ്പോൾ മിന്നുവും സൂരജും പറയുന്നുണ്ട്, ഞങ്ങളുണ്ടെന്ന്. അങ്ങനെ മുകുന്ദൻ പറയുക, കല്ലുമോൾ എവിടേക്കൊക്കെ വരുന്നോ അവിടേക്കൊക്കെ തന്നെ നിങ്ങളെയും ഞാൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് അവരെ ഹാപ്പിയാക്കും. പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി ചീറ്റയെയും ഗോപിനാഥനെയുമാണ്. അവരാണെങ്കിൽ കപ്പ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ അമ്പിളി ചേച്ചിയും ശ്രീയേട്ടനും കൂടി വരുന്നുണ്ട്. അങ്ങനെ ചിറ്റ സംസാരിക്കുന്നത് അമ്പിളിയെക്കുറിച്ചാണ്, കഥയില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ്. അമ്മേ, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അമ്മേ, അത് പിന്നെ ശ്രീയേട്ടന് ജോലിയില്ലല്ലോ, ഉണ്ടായിരുന്നതാണല്ലോ ബിസിനസ്, നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സായിരുന്നു, ലക്ഷങ്ങളല്ലേ തന്നത്, പക്ഷേ അത് നിൻ്റെ കള്ളുകൂടി കാരണം കൊണ്ട് ഇല്ലാതായതല്ലേ എന്നൊക്കെ ഗോപി ചെറിയച്ചൻ ചോദിക്കുമ്പോൾ, അതൊക്കെ ശരിയാണ് അച്ഛാ, പക്ഷേ ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഓട്ടോ വാങ്ങി തന്നില്ലേ, അതെവിടെ? അത് ആ ബാങ്കുകാർ കൊണ്ടുപോയില്ലേ? CC അടച്ചില്ലെങ്കിലേ ബാങ്കുകാർ കൊണ്ടുപോകും, പ്രൈവറ്റ് ബാങ്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതും ഒരുതരം ബ്ലേഡാണെന്നൊക്കെ പറയണം. ഈ സമയം അമ്പിളി പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ, നീ ഇവരോടൊപ്പം പോയിക്കോ, ജീവിച്ചോ. അച്ഛാ അത് പിന്നെ ഇവിടെ എവിടെയെങ്കിലും തോട്ടത്തിൽ ജോലി കിട്ടുമോ എന്നിങ്ങനെ ശ്രീ ചോദിക്കുമ്പോൾ, ഇവിടെ എന്ത് ജോലി? ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു കുറവിലാണ് നടക്കുന്നുണ്ട്. അച്ഛാ ഞാൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്, തോട്ടത്തിലെ ജോലിക്കാരനായിട്ട്, അതിന് നീ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വയർത്തൊലിച്ച് പണിയെടുക്കണം, അതിന് നിന്നെക്കൊണ്ടാവില്ല എന്ന് ഗോപിനാഥൻ പറയുമ്പോൾ അമ്പിളിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അച്ഛാ എന്തെങ്കിലും ജോലി തന്നേ മതിയാവോ, അല്ല ഇവനെ ഈ തോട്ടത്തിൽ ജോലി കൊടുത്തിട്ട് ദിവസം പോയി വരട്ടെ, അതിന് ഞങ്ങളെവിടേക്ക് പോകുന്നു, ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെയോ? ഗോപി ചെറിയച്ചനും ചിറ്റയും ഞെട്ടുന്നു. അതെ ഇവിടെ. അങ്ങനെ അവിടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അവൾ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുട്ടികളിയും കളിച്ച് നടന്നാൽ പോരാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുണ്ട്, അതും 2 പേർ, അവർ നിങ്ങളുടെ സ്നേഹവും തണലിലൊക്കെ ജീവിക്കേണ്ടവരാണ്, ഒരു കുടുംബമാണ് നിങ്ങൾ. ഇപ്പോൾ നോക്കുന്ന മുത്തശ്ശിനും കൈ കഴിഞ്ഞാൽ പിന്നെ അവരാര് നോക്കാനാണ്? അതുകൊണ്ട് കുടുംബം എന്താണെന്നും സ്നേഹം എന്താണെന്നും അതിലെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നൊക്കെ തന്നെ നിങ്ങൾ അവർക്കും പഠിപ്പിച്ചു കൊടുക്കണം, അവരെ സ്നേഹിക്കണം. അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിച്ച് കാണിക്കാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ചിറ്റയ്ക്കും ചെറിയച്ചനും കൂടി
ചെറിയൊരു തീരുമാനത്തിലെത്തുകയാണ്. അതായത് അവരെ ഇവിടെ തന്നെ താമസിപ്പിക്കാമെന്ന്. അങ്ങനെ അനന്തുവാണ് തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവനോട് ചോദിക്കേണ്ടി വരുമെന്ന് ചെറിയച്ഛൻ പറയുന്നു. ആ, ഞങ്ങൾ അനന്തുവിനോട് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പിളി ചേച്ചിയും ശ്രീയും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് മുകുന്ദനും കുട്ടികളും ജയഗീതയും പ്രതാപനും പോകുന്നത് വലിയൊരു പാർക്കിലേക്കാണ്. അവിടെ വെച്ച് മുകുന്ദനാണെങ്കിൽ കല്ലുമോളെയും മിന്നുവിനെയും സൂരജിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് അയാളാണെങ്കിൽ ക്ഷീണിച്ചൊരിടത്ത് പോയി ഇരിക്കുന്നുണ്ട്. ഈ സമയം ജയഗീതയാണ് അവരെ കളിപ്പിക്കുന്നത്. മുകുന്ദനാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ജയഗീതയ്ക്ക് ഫോൺ വരുന്നുണ്ട്. സൂരജ് കല്ലുമോളയെയും മിന്നുവിനെയും കളിപ്പിക്കുന്നുണ്ട്. ഈ സമയം സൂരജ് പറയുകയാണ്, ഈ മിന്നുവിനെ കുറച്ച് അസൂയ ഉണ്ടമ്മേന്നൊക്കെ, അവൾ കുഞ്ഞല്ലേടാ, അവളെയും കൂടെ കൂട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജയഗീത അവനെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുകുന്ദനുള്ള വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. മുകുന്ദനാണെങ്കിൽ അവർ കളിക്കുന്നത് നോക്കി അങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.